ഡീസൽ ചോർച്ചയുണ്ടായ HPCL കോഴിക്കോട് എലത്തൂർ ഡിപ്പോയിലേക്ക് ബഹുജന മാർച്ച് തത്സമയം. വിവരങ്ങളുമായി ചേരുന്നു ഗൂഗിൾ വിശദാംശങ്ങൾ. HPCL കോമ്പോ ഡിപ്പോയിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ രീതിയിലുള്ള ഇന്ധന ചോർച്ച ഉണ്ടായത്. അത് സമീപത്തെ പ്രദേശവാസികളുടെ പലതരത്തിലുള്ള ജലസ്രോതസ്സുകളിലേക്കൊക്കെ പരക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ 1500 ലിറ്ററിലധികം ഡീസൽ ഇവിടെ നിന്ന് ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോവുകയും തോടിലേക്കും കനാലിലേക്കും പുഴയിലേക്കും ഒക്കെ ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി. മത്സ്യങ്ങളൊക്കെ ചത്തുപൊത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി അടിസ്ഥാനത്തിൽ HPCL ഡിപ്പോയിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ആരംഭിച്ച മാർച്ച് ഡിപ്പോയുടെ മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 35 വർഷം മുമ്പാണ് ഈ HPCL ഡിപ്പോ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ നിന്ന് ഇതിന്റെ പ്രവർത്തനം മാറ്റുക, സ്റ്റോപ്പ് മെമ്മോ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യം. ഇവർക്ക് ഇതിന്റെ പ്രവർത്തനം മൂലം ഇവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റെങ്ങോട്ടെങ്കിലും മാറ്റുക എന്ന ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ടേക്ക് വെക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപത്തായിട്ട് റെയിൽവേ ട്രാക്കിന് സമീപമായിട്ടാണ് HCL ഡിപ്പോ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 35 കൊല്ലം മുമ്പായിരുന്നു ഈ സ്ഥാപനത്തിലേക്ക് വന്നത്. വളരെ സമാധാനപരമായിട്ടാണ് ഈ പ്രക്ഷോഭം മുന്നോട്ടേക്ക് പോകുന്നത്. മുദ്രാവാക്യം വിളികൾ മാത്രമേ ഉള്ളൂ. പോലീസുമായിട്ട് ഉന്തും തള്ളും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഈ സമരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. HCPLന്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഡീസൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് പുറത്തേക്ക് വന്ന സമയത്ത് അവരോടൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. AK ശശീന്ദ്രനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ജനങ്ങൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ ആളുകളോടും അവർ പറഞ്ഞത് ഇതിന്റെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇതിന് സ്റ്റോപ്പ് മെമ്മോ പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഡീസൽ ചോർച്ചയെ തുടർന്ന് ജലാശയങ്ങളൊക്കെ മലിനപ്പെടുകയും മീനുകളൊക്കെ ചത്തുപൊന്തുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പല ആളുകൾക്ക്, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് പ്രശ്നങ്ങൾ അധികൃതരുള്ള ശരി, ഗൂഗിൾ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.